നമസ്കാരം, അസ്സാം വലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് കോമൺ ആയിട്ട് എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഫാറ്റി ലിവർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിവറിൽ ഫാറ്റിൻ്റെ ചെറിയ അക്യുമുലേഷൻ നടക്കും. ഈ ഫാറ്റി ലിവർ തന്നെ 3 സ്റ്റേജസ് ആയിട്ടുണ്ടാവും. ഗ്രേഡ് 1 സ്റ്റേജ്, ഗ്രേഡ് 2 ആൻഡ് ഗ്രേഡ് 3 ഇങ്ങനെ 3 സ്റ്റേജിലായിട്ടാണ് ഫാറ്റി ലിവർ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് കേട്ടോ. ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ അത് മൈൽഡ് ആയിരിക്കും, നമുക്ക് റിവേഴ്സിബിൾ ആണ്. ഗ്രേഡ് 2 വലിയ പ്രശ്നമില്ല, റിവേഴ്സിബിൾ ആണ്. ഗ്രേഡ് 3 കുറച്ച് പ്രോബ്ലം ഉള്ള ഫാറ്റി ലിവർ ആയിരിക്കും, അതും കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതായത് ലിവർ സിറോസിസ് ഉണ്ടാവും, ലിവർ ഫൈബ്രോസിസ്, ഇങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അപ്പം അതുകൊണ്ട് സിറോസിസ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ ഫാറ്റി ലിവർ ഉള്ളവരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്താം. ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തി കഴിഞ്ഞ് നിങ്ങളുടെ ഫുഡ് ഹാബിറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെയും നിങ്ങളുടെ ഫാറ്റി ലിവർ കറക്റ്റായിട്ട് ക്യൂർ ആവുന്നതായിരിക്കും. പിന്നെ ഇത് വരാൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, കാർഡിയാക് ഫെയിലിയർ ഉള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ, അതുപോലെ സ്മോക്കിങ്, ആൽക്കഹോളിൻ്റെ ഒക്കെ യൂസേജ് ഒക്കെ ഉള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഓവർ വെയ്റ്റ്, ഒബൈസിറ്റി ഉള്ളവർക്കും ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഇതൊന്നും ഇല്ലാത്തവർക്കും ഫാറ്റി ലിവർ കാണാറുണ്ട്. വളരെ തിന്നായിട്ടുള്ളവർക്കും ലിവർ ഫാറ്റ് കാണാറുണ്ട്. അത് ഓരോരുത്തരുടെ ഒരു മെറ്റബോളിസവും ബോഡിയിലുള്ള ചേഞ്ച് അനുസരിച്ചും ഒക്കെ വ്യത്യാസപ്പെടാം. ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ പ്രോബ്ലം ആയിരിക്കും. ലൈഫ് സ്റ്റൈലിലെ മാറ്റങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഡയറ്റ് പറയുവാണെങ്കിൽ നിങ്ങൾ ഷുഗർ കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്യുക, ഷുഗറും കംപ്ലീറ്റ് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓയിലിൻ്റെ ഉപയോഗം കുറയ്ക്കുക, സോൾട്ടും കുറയ്ക്കുക. ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് ഫാറ്റി ലിവറൊക്കെ ക്യൂർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ പ്ലേറ്റ് ശ്രദ്ധിക്കുക. പ്ലേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന പ്ലേറ്റിൽ എന്തൊക്കെ ഭക്ഷണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീനുള്ള ആഹാര സാധനം അതിലുണ്ടോ എന്ന് നോക്കുക. ഫൈബർ റിച്ച് ആഹാര സാധനങ്ങളാണോ നിങ്ങൾ കഴിക്കുന്നത്, അതായത് ലീഫി വെജിറ്റബിൾ അല്ലെങ്കിൽ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ പ്ലേറ്റിൽ ഇൻക്ലൂഡഡ് ആണോ എന്ന് നോക്കുക. നട്ട്സ് നിങ്ങളുടെ ഒരു ദിവസത്തെ ഡയറ്റിൽ വേണം. അതുപോലെ തന്നെ ഇടയ്ക്ക് നെല്ലിക്ക കഴിക്കാം, നല്ലതാണ്. അതുപോലെ എല്ലാ മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസും ഇൻക്ലൂഡഡ് ആണോ എന്ന് നിങ്ങൾ പരിശോധിക്കാം. തൈര്, പാല്, അതുപോലെ ഇപ്പോൾ പാലുൽപ്പന്നങ്ങളൊക്കെ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ചീസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ വരുന്ന ആഹാര സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഡെയിലി റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് കമ്പൽസറിയാണ്. ഫ്രൂട്ട്സിൽ ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഡെയിലി ഫ്രൂട്ട്സ് കഴിക്കാനും മലയാളികൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെ ആവരുത്, എല്ലാം വേണം നമുക്ക്. ഫ്രൂട്ട്സ് വേണം, വെജിറ്റബിൾ വേണം, നട്ട്സ് വേണം, പ്രോട്ടീൻ റിച്ച് ആഹാര സാധനങ്ങൾ. നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ എഗ്ഗ് കഴിക്കാം, ഫിഷ് കഴിക്കാം. അല്ലെങ്കിൽ വെജിറ്റേറിയൻസിനാണെങ്കിൽ പയറ്, പരിപ്പ്, കടല, ഇതൊക്കെ പ്രോട്ടീൻ്റെ നല്ല സോഴ്സാണ്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു ഫുഡ് ഹാബിറ്റിൽ നിങ്ങൾ വരികയാണെങ്കിൽ, പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്ത് ഉള്ള ഒരു ഭക്ഷണ ക്രമീകരണത്തിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ പലരും എന്നോട് ചോദിക്കാറുണ്ട്, എത്ര നാൾ ഡയറ്റ് എടുക്കണം. ഡയറ്റ് ഇന്ന ഒരു സമയമൊന്നുമില്ല കേട്ടോ, ഇതൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ്. അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ ഇതുപോലെയുള്ള ഡയറ്റ് നമ്മൾ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതുപോലെ എക്സസൈസ് ഒരു റുട്ടീനാക്കി മാറ്റാം. നടക്കാം, നിങ്ങൾക്ക് കുറച്ച് നേരമൊക്കെ നടക്കാം. അതുപോലെ തന്നെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഒരിടത്ത് തന്നെ ഇരിക്കാതെ, ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരിടത്ത് തന്നെ ഇരിക്കാതെ കുറച്ച് നേരമൊക്കെ ഇറങ്ങി നടക്കാം. ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒരു ആക്ടിവിറ്റി എപ്പോഴും വേണം. എപ്പോഴും അങ്ങനെ മൊബൈലും വെച്ചിരിക്കാതെ ജസ്റ്റ് ഒന്ന് നടക്കുകയും, അല്ലെങ്കിൽ ഒന്ന് വെറുതെ എങ്കിലും റൂമിൻ്റെ ഉള്ളിലെങ്കിലും വെറുതെ ഒന്ന് നടക്കുക, അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ഒന്ന് നടക്കാം. ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്രകൃതിയുമായിട്ട് കുറച്ച് നേരം ഇണങ്ങിച്ചേരുക, മൊബൈലൊക്കെ മാറ്റി വെച്ച് കുറച്ച് നേരം ശുദ്ധവായു ശ്വസിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മളൊന്ന് റിഫ്രഷ് ആവുന്നതായിരിക്കും, നമ്മുടെ ടെൻഷൻസ്, സ്ട്രെസ്സൊക്കെ മാറുന്നതുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ചേഞ്ചസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, സ്ലീപ്പ് പ്രോപ്പർ ആയിരിക്കണം. ഒരു 5 മണിക്കൂർ നിങ്ങൾ ഉറങ്ങുവാണെങ്കിലും അത് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത നല്ല ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ tinasudeer@gmail.com എന്ന മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഉടനെ റിപ്ലൈ തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.